ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ ബണ്ണ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള അടിപൊളിയായിട്ടാണ് കേട്ടോ. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചു പോകുന്നൊരൈറ്റം. അത്രയ്ക്ക് പൊളി ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം ഒരു ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ്. ബട്ടർ ആയാലും മൈദ ആയാലും ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പിന്നെ വേണ്ടത് 1/2 കപ്പ് പാലാണ് കേട്ടോ. പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാണ്ട് മൈദയൊക്കെ കട്ടയായിട്ട് ഇരിക്കുകയല്ലേ, അതൊക്കെ കട്ടയൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ക്രീമി ആയിട്ട് വരും കേട്ടോ. അതിങ്ങനെ ചൂടായിട്ട് വരുന്നതിനനുസരിച്ച് മൈദയൊക്കെ ഒന്ന് കുക്കായിട്ട് വരികയാണ്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സ്ലൈസ്ഡ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. 2 വലിയ ബണ്ണ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഞാൻ പറയുന്നത്. ഓരോ സ്റ്റേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ കറക്റ്റ് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ആ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് ഇതിലേക്ക് കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് വെക്കാം. ചീസിൽ തന്നെ കുറഞ്ഞ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർക്കാട്ടോ. ഒരു നുള്ളു ഉപ്പ് മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അതിങ്ങനെ പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. 2 ബണ്ണിലേക്കല്ലേ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ക്രീം ഇവിടെ റെഡി കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കുക. ഒരുപാടങ്ങ് തണുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് 2 ബണ്ണ് എടുക്കുക. 2 ബണ്ണും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വരഞ്ഞിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. താഴെ വരെ കട്ട് ചെയ്യരുത്, ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണോ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ആ ഓരോ ഗ്യാപ്പിലേക്കും നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് ഫില്ല് ചെയ്തെടുക്കുക. 2ൻ്റെ ഉള്ളിലും അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചൂടോടെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി നമുക്ക് മെൽട്ടാക്കി എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും അതുപോലെ 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് അതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 2 ബണ്ണിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓവനിലോ അതല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ പാനിൽ ഇറക്കി വെച്ചിട്ട് ചെയ്യില്ലേ, ആ രീതിയിൽ ആക്കിയെടുക്കട്ടോ. പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിലോ അല്ലെങ്കിൽ പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള പാനിലോ ഒന്ന് വെച്ച് കൊടുക്കുക. ആ ചീസൊക്കെ ഒന്ന് മെൽട്ടാവുന്ന ആ ഒരു ടൈം മതി കേട്ടോ ഇത് ബേക്കായി വരാൻ. അപ്പോൾ അതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ആവും കേട്ടോ. ചീസ് മെൽട്ടാവുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ല സ്പൈസിനെസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചീസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ആ ചൂടോട് കൂടെ കഴിക്കുന്ന ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ചിക്കനൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അത്രയും പൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങളിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്